ഇപ്പോൾ പിണറായി വിജയനും ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ്. മനുഷ്യരോട് മനുഷ്യത്വമുള്ള ഒരാൾ. ആർട്ടിസ്റ്റിനോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാൾ, നല്ലൊരാളായിരുന്നു. ഞാൻ നിന്ന് എയർപോർട്ടിൽ, ചെന്നൈ എയർപോർട്ടിലെ ഒരു 6 മാസത്തിനോ ഞാൻ പോയപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരാളിങ്ങനെ മുണ്ടിങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നു. ആ ബുക്ക് ഷോപ്പിലൊക്കെ പോയി കുറേ ബുക്കൊക്കെ എടുത്ത് നോക്കുന്നു. ഞാൻ വിചാരിക്കും അത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ഞാൻ മനസ്സിൽ ചോദിച്ചായിരുന്നു. പിന്നെ ശരിക്കും നോക്കിയപ്പോഴാണ് നമ്മുടെ പിണറായി വിജയൻ. എൻ്റെ ദൈവമേ, എന്ത് എളിമയായിട്ടാണ്! അയ്യോ, ഞാൻ ഡിസ്റ്റർബ് ചെയ്യാൻ പോയില്ല. കാരണം ഞാൻ പോയി അവിടെ പോയി സംസാരിച്ചാൽ പിന്നെ കുറേ ആൾക്കാർ മനസ്സിലാക്കി വരും. എന്ത് എളിമയായിട്ടാണ് അങ്ങനെ നടക്കുന്നത്. വലിയ ഇഷ്ടമാണ് പിണറായി വിജയന്, വലിയ ഇഷ്ടം എനിക്ക്. ഞാൻ ആരോടും സംസാരിച്ചില്ല, ആരോടും പറഞ്ഞില്ല. ഈ പത്രക്കാർ കുത്തി പൊക്കി ഷീല കോൺഗ്രസ് ചെയ്യാൻ പോകുന്നു. അതാണ് പത്രക്കാർ. നിങ്ങൾ സോറി കേട്ടോ അങ്ങോട്ട് പറയും. പത്രക്കാർ കാക്ക ഇങ്ങനെ പറക്കുന്നു പറഞ്ഞ് വെള്ളക്കാക്ക മലന്ന് പറക്കുന്നു പറയും. ദറ്റ് ഈസ് ദെയർ ജോബ്. ഞാൻ കുറ്റം പറയുന്നില്ല. എനിക്ക് ആ കാലത്തൊക്കെ ഉണ്ടല്ലോ ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നു, പത്രക്കാർ മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളത് കാരണമല്ല പറയുന്നത്. കാരണം നമ്മളിങ്ങനെ സംസാരിക്കുമ്പോഴേ നമ്മുടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകും. അപ്പോൾ അവർ നമ്മളോട് സംസാരിക്കും. അപ്പോൾ തമിഴ്നാട്ടിലായതുകൊണ്ട് ഒരുപാട് പത്രക്കാർ ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും വരും, സംസാരിക്കും, ഊണ് കഴിക്കും. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് പത്രക്കാരായിരുന്നു. കുറച്ച് പത്രങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇടപഴകാനായിട്ട് നമ്മൾ കുറേ ഉള്ളപ്പോൾ നമുക്ക് ഇടപഴകാൻ പാടാണ്. കുറച്ച് പേര് എപ്പോഴും അതിൽ മതിയോടി ഷൺമുഖം എന്ന ഒരാൾ, ഇങ്ങനെ സുധേസമിത്രൻ, രഘു എന്ന് പറഞ്ഞ് ഇങ്ങനെ പല പിന്നെ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് കുറേ പെണ്ണുകളുണ്ടായിരുന്നു. ആണുങ്ങളെ ഉള്ള പെണ്ണുകളില്ല അന്ന്. പിന്നെ ഹിന്ദു എന്നുള്ള ഒരു പത്രകത്തുന്ന ഒരാളുണ്ട്, എപ്പോഴും വരും. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴാണ് ഈ മതിയോടി ഷൺമുഖത്തിനെ ഭയങ്കര ഫ്രണ്ടായി. അവർ ഭാര്യയൊക്കെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരും. ഒരു പെണ്ണ് വന്ന് പ്രായമായിട്ട് കല്യാണത്തിന് ഇങ്ങനെ കല്യാണം കഴിപ്പിക്കണമല്ലോ, എന്ത് ചെയ്യാം അപ്പോഴമ്മാന്ന് വിളിക്കുള്ളൂ തന്നെ. എന്ത് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഒന്ന് ചെയ്യുക. എനിക്കൊരു മനസ്സിൻ്റെ അകത്ത് ഒരു ഡയറക്ടർ ആവണം. കഥയൊക്കെ എഴുതി വെച്ചിരിക്കുകയായിരുന്നു, ഞാൻ റെഡി ആയിക്കായിരുന്നു. നിങ്ങളൊരു പടം പ്രൊഡ്യൂസ് ചെയ്യും, ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ ഞാൻ ശരിയാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രൊഡ്യൂസറാക്കി ഞാൻ അവരെ. യക്ഷഗാനം എന്നുള്ളൊരു പടം ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നു പറഞ്ഞ ഉടനെ അത് ഡിസ്ട്രിബ്യൂഷനായി, അതിന് കാശ് കിട്ടി. അങ്ങനെ നമ്മൾ കയ്യിൽ നിന്ന് കുറേ കൊടുത്ത് സഹായിക്കാൻ നമ്മുടെ മലയാളം പടത്തിൽ കിട്ടുന്ന കാശ് നമ്മൾക്ക് തന്നെ ശരിയായിരിക്കും. നമ്മുടെ ഫാമിലി, നമ്മുടെ അതൊന്നും പോരെ. അവർക്കൊക്കെ കല്യാണം കഴിഞ്ഞാൽ ഒരുപാട് ആഭരണങ്ങൾ ഇടണം. സോ ഹി വാസ് വെരി ഹാപ്പി. അങ്ങനെ അവർ കാരണം, ഒരു പത്രക്കാരൻ കാരനാണ് ഞാനൊരു ഡയറക്ടർ ആയതെന്ന് പറയുന്നത്. അങ്ങനെയാണ് ഡയറക്ഷനിലോട്ട് വന്നത്. ഇഷ്ടമായിട്ടാണ് പോയത്. കാരണം ഈ അഭിനയിച്ച അതിനു മുമ്പ് തന്നെ 100-300 പടങ്ങൾ ഞാൻ അഭിനയിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും 100-300 പടത്തിൻ്റെ ഡയറക്ടറൊക്കെ എൻ്റെ ഗുരുക്കളാണ്. രാമുകരുന്ന്, സേതുമാധവൻ, ഇവർ എത്രയൊക്കെ പേര് ഡയറക്റ്റ് ചെയ്യുന്നത് ഞാനിങ്ങനെ കാണും. അവർ ഷോട്ട് വയ്ക്കുന്ന കാണും, അവരുടെ ട്രോളി വയ്ക്കുന്ന രീതി കാണും. ഞാൻ ഷോട്ട് കഴിഞ്ഞാൽ ഞാൻ പുറത്തു പോകത്തില്ല, അവിടെ ഇരുന്ന് കാണുന്നത് എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിക്കും, അയ്യോ ഇവിടെ ഒരു ക്ലോസപ്പ് വയ്ക്കാമായിരുന്നു, അവിടെ ലോങ് ഷോട്ട് വയ്ക്കാമായിരുന്നല്ലോ, അത് എൻ്റെ മനസ്സിൻ്റെ അകത്ത് തോന്നും. പക്ഷെ നമ്മളതൊന്നും പറയാനൊക്കില്ലല്ലോ ഡയറക്ടറോട്. അങ്ങനെയാണ് ഞാൻ ഡയറക്ടറായത്. ഒരു കഥ കേട്ടിട്ടുള്ളത്, മാം ഡയറക്റ്റ് ചെയ്തപ്പോൾ അതെ, യക്ഷഗാനം ഞാൻ പറഞ്ഞത് അതും അന്ന് മുതൽ എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ മധു സാറിനോട് പറഞ്ഞു, സാർ ഞാനൊരു പടം ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അതിന് ഒരുപാട് പടത്തിൽ അഭിനയിച്ചു കഴിഞ്ഞു. ഡയറക്റ്റ് ചെയ്യാൻ പോകണതിൽ അഭിനയിക്കണം, ഞാൻ സ്ക്രിപ്റ്റ് തരാൻ വായിച്ചു നോക്കുമെന്ന് പറയും. അപ്പോൾ സാർ ഷീലയല്ലേ എടുക്കുന്നത്? ഞാൻ വായിക്കേണ്ട ആവശ്യമില്ല, എടുത്തോ, ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞു. മർക്കാര എന്ന് പറഞ്ഞ് മൈസൂരിൽ വെച്ചായിരുന്നു എല്ലാ ഷൂട്ടിങ്ങും. മൈസൂരിലാണ് ഫുൾ ഷൂട്ടിംഗ് എടുത്തത്. അതുപോലെ അങ്ങേരെ ഒരു പടം എടുത്തു, മാന്യസ്ത്രീ വിശ്വാസൻ. ഒരുപാട് പടം ഡയറക്റ്റ് ചെയ്തു, വാരം പ്രൊഡ്യൂസറല്ല അങ്ങേരെ. അപ്പോൾ ആ പടത്തിൻ്റെ അങ്ങേര് ചോദിച്ചു, ഷീല അഭിനയിക്കാൻ പടത്തിൽ ഞാൻ അഭിനയിക്കാം, കഥ കേൾക്കണ്ട, ഞാൻ അഭിനയിക്കാം. ഞാൻ ജയഭാരതിയായിരുന്നു, അങ്ങേരെ ഭാര്യയായിട്ട് ഞാൻ, എൻ്റെ സിസ്റ്ററായിട്ട് ജയഭാരതി. അങ്ങനെ നല്ലൊരു പടത്തിൽ അഭിനയിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞു മധുവിൽ അഭിനയിച്ചത് കാരണം മധു ആയിരിക്കും ഈ പടം ഡയറക്റ്റ് ചെയ്തത്. കാരണം അങ്ങനെ അതിനു മുമ്പ് തന്നെ വേറെ എന്തോ ഒരു സതി എന്നൊക്കെ പടം ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങേരെ പത്രത്തിൽ തന്നെ എഴുതി.
അതിൽ ഒരു ഷോട്ട് പോലും എവിടെ നിന്ന് വരണമെന്ന് മാത്രം ഞാൻ ചോദിക്കും, ലെഫ്റ്റാണോ ഇവിടെ നിന്നാണോ ഇവിടെ നിന്ന് ചോദിക്കും. അത്രയും ഞാൻ മിണ്ടിയിട്ടുള്ള ഷോർട്ട് സമയത്ത്, അല്ലാതെ ഞാൻ ഒന്നും അറിഞ്ഞിട്ട് പോലും ഇല്ലെന്ന് പറഞ്ഞു. ഇറ്റ് വാസ് വെരി കോപ്പറേറ്റീവ്, വളരെ ഇതായിരുന്നു. മാം എനിക്ക് സിനിമയിൽ നിന്ന് ബ്രേക്ക് എടുക്കാൻ തീരുമാനിക്കാൻ കാരണം എൻ്റെ മകൻ്റെ പഠിത്തത്തിന്, മകൻ പഠിക്കണം, ഊട്ടിയിൽ പോയി അവിടെ അവനിരുന്ന് പഠിപ്പിച്ച് എല്ലാം കഴിഞ്ഞ് പിന്നെയാണ് ഞാൻ വന്നത്. വലിയ പാടുള്ള കാര്യമാണെന്ന് ഡയറക്ഷൻ എന്ന് പറയുന്നത്, വലിയ പാടാണ്. കാര്യം ആദ്യം സ്ക്രീൻ പ്ലേ മുതൽ സ്റ്റോറി മുതൽ സ്ക്രീൻ പ്ലേ 1 ലൈൻ എഴുതണം. എനിക്ക് ഇനിയൊരു ആൾ എഴുതുന്ന കഥയിൽ എനിക്ക് ചെയ്യാമായിരുന്നു, പക്ഷേ അതൊന്നും തോന്നിയിട്ടില്ല. ഇപ്പം കൂടെ ഒരു കഥ വന്ന് ഞാൻ നല്ല സ്ക്രീൻ പ്ലേ ഡയറക്ഷൻ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക, ഒരു പടം കൂടെ ഡയറക്ഷൻ ചെയ്യണമെന്ന് എനിക്കുണ്ട്. ഇപ്പോഴെന്താണെന്നറിയോ, ഡയറക്ടർമാർക്ക് ചുമതലയൊക്കെ വെച്ചാൽ 5-6 അസിസ്റ്റൻറ്റ് ഡയറക്ടർമാരുണ്ടാവും. പാട്ടെടുക്കാൻ വേറൊരു ഡയറക്ടർ ഉണ്ടാവും, ഫൈറ്റിന് വേറൊരു ഡയറക്ടർ ഉണ്ടാവും. നമ്മൾ സ്ക്രീൻ പ്ലേ അത് മാത്രം, സ്റ്റോറി, സ്ക്രീൻ പ്ലേ, അതിൻ്റെ എഡിറ്റിംഗ്, ഇതിലൊക്കെ നമ്മൾ ഒരുപാട് ഇടപെട്ടാൽ മതി. എഡിറ്റർ തന്നെ, നമ്മൾ ഡയറക്ടറേക്കാൾ കഴിവുള്ളവരാണ് എഡിറ്റേഴ്സൊക്കെ. എഡിറ്റേഴ്സിൻ്റെ കയ്യിലാണ് ഒരു പടം തന്നെ. നിറയെ ഷോർട്സ് എടുത്ത് കൊടുത്താൽ നല്ല കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്താൽ മതി, പടം തന്നെ സൂപ്പർ ഹിറ്റാവും. ചില ഇങ്ങനെ വലിഞ്ഞ് ഇപ്പോൾ വരുന്ന പടങ്ങളൊക്കെ ചില കണ്ടില്ലേ, ഇങ്ങനെ വലിഞ്ഞ് വരുന്നതൊക്കെ നല്ല സൂപ്പറായിട്ട് സ്ക്രിപ്പായിരിക്കണം. അങ്ങനെ കട്ട് ചെയ്ത് കാണുമ്പോൾ ഇതെന്താണെന്ന് പറയുമ്പോൾ അടുത്ത ഷോട്ട് അങ്ങനെ വരണം. അല്ലെങ്കിൽ അത് വന്ന് ആർട്ട് ഫിലിമല്ലേ, നടന്ന് ഒരു ഇങ്ങനെ വലിച്ചുകൊണ്ട് ആ തീരുന്ന വലിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആർട്ട് ഫിലിം. അല്ല, വളരെ സ്ലോ ഫാസ്റ്റായിട്ടുള്ള ആർട്ട് ഫിലിം കണ്ടിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും? ഫാസ്റ്റായിട്ട് ആ ഷോട്ട് കഴിഞ്ഞാൽ മറ്റേ ഷോട്ട് അങ്ങനെയല്ല. ആർട്ട് ഫിലിം എന്ന് പറഞ്ഞാൽ സ്ലോ ആയിരിക്കണം, അങ്ങനെ ഇരിക്കണം, നമ്മുടെ വീട്ടിൽ നടക്കുന്നത്. പക്ഷേ അതിൽ വന്ന് അവർ പറയുന്ന അതിൽ പാട്ട്, പക്ഷേ എന്നാലും റീ റെക്കോർഡിംഗ് ഇല്ലേ, അതെങ്ങനെ ആർട്ട് ഫിലിം ആവും? റീ റെക്കോർഡിംഗ് ഇല്ലേ, അതിൽ വന്ന് ഡബ്ബിങ് ഇല്ലേ, സംസാരിക്കുന്നില്ലേ, ക്യാമറയില്ലേ, അങ്ങനെയാണ്. ചെമ്മീനിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് എംജിആറിന്റെ പടം വേണ്ടാന്ന് വെച്ചിട്ടാണ് ചെമ്മീൻ ഓപ്റ്റ് ചെയ്തത്. അതെ. എന്തുകൊണ്ടാണ് അത് ചൂസ് ചെയ്യുന്നത്? കാരണം തമിഴിൽ കിട്ടിയതൊക്കെ കുറച്ചുകൂടി നല്ല ഗ്ലാമർ ക്യാരക്ടേഴ്സ് ആയിരുന്നു. ഗ്ലാമറായിട്ട് അന്നൊക്കെ നല്ല ഗ്ലാമറായിട്ട് അഭിനയിച്ചാലേ തമിഴിൽ നിൽക്കാനൊക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ വന്ന ഇടയ്ക്കൊക്കെ ആയത് കൊണ്ട്, അപ്പോൾ ആ സമയത്ത് എൻ്റെ അമ്മ ഈ കഥയൊക്കെ വായിച്ചിട്ടുണ്ട്, ഞാനും ചെമ്മീൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് അത്രയും ഞാൻ വായിച്ചു പോകുന്ന അങ്ങനെയല്ല. അമ്മ വന്ന് ഒരുപാട് കഥകൾ വായിക്കുന്ന ആൾ. അപ്പോൾ അമ്മ വായിച്ചു പറഞ്ഞു. അപ്പോൾ അവർ ആ ഡേറ്റാണ് ചോദിച്ചത്. അപ്പോൾ എംജിആറിൻ്റെ ഡേറ്റ് എംജിആറിൻ്റെ ഡേറ്റ് കിട്ടാമെന്ന് പറഞ്ഞാൽ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് ചെയ്താലേ എംജിആറിൻ്റെ ഡേറ്റ് കിട്ടുള്ളൂ. അപ്പോൾ എനിക്കത് ഈ ഹീറോയിൻസിനൊക്കെ ആരാണെന്ന് പറയുന്നത് കുറച്ച് 1 മാസത്തിന് മുമ്പൊക്കെ അവർ തീരുമാനിക്കത്തുള്ളൂ. ഇവർ കൊല്ലങ്ങളോട് എഴുതാൻ 1 മാസം 2 ആഴ്ചക്ക് മുമ്പ് അവർ എംജിആറിൻ്റെ കൂടെ അഭിനയിക്കാതെ പറഞ്ഞ് എത്ര 10 പടം കൂടെ വേണ്ടെന്ന് വെച്ചിട്ട് അവർ ഓടി വരും. അങ്ങനെയാണ് അവരെന്നെ വിളിച്ചത്. അതിന് മുമ്പ് തന്നെ ഞാൻ ഈ മറ്റേ ചെമ്മീന് കോൾ ഷീറ്റ് കൊടുത്തതായിരുന്നു. അപ്പോൾ അവർ വിളിച്ചപ്പോൾ അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, പുലിക്ക് വാലായിരിക്കുന്നതിനേക്കാൾ നല്ലത് പൂച്ചയ്ക്ക് തലയായിരിക്കുന്നതാണെന്ന്. കേരളത്തിൽ നല്ല വലിയ നടിയാവട്ടെ, ഇവിടെ എത്രയോ പേരുണ്ട്, ഇവിടെ കേരളത്തിൽ അവർ വലിയ നടിയായാൽ മതി, വേണ്ട വിചാര പടം വേണ്ടെന്ന് പറഞ്ഞാൽ അമ്മയാണ് തീരുമാനിച്ച്. കുറച്ച് നാൾ വരയ്ക്ക് ആരും പറഞ്ഞില്ല, ആരുമില്ല. ഞങ്ങളിപ്പോൾ ഒരു പടം വന്നോ അഭിനയിക്കും, ഒരു 4-5 പടം കഴിഞ്ഞ് പിന്നെ അമ്മ പറഞ്ഞു, ഇല്ലല്ല ഈ ക്യാരക്ടർ വേണ്ട, ഇത് വേണ്ട, അത് മോശമാണെന്ന് പറഞ്ഞു. പിന്നെ ഒരു 10-20 പടങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ ഞാൻ തന്നെയാണ്, ഇന്ന പടത്തിൽ വേണ്ട, ഞാൻ ചെയ്യില്ല, അല്ലെങ്കിൽ ചെയ്യും, ഇങ്ങനെ ഒരു വേണം, ഇതുപോലെ വേഷം ഇടണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ ബ്രേക്ക് എടുത്ത സമയത്ത് ഫോൺ നമ്പർ പോലും മാറ്റിയിരുന്നു കേട്ടിട്ടുണ്ട്. അതുപോലെ കണ്ടിന്യൂസ് കോൾസ് ആയിരുന്നു പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും സിനിമയിലേക്ക് റോൾസ് ഓഫർ ചെയ്തിട്ട്. അങ്ങനെ ബ്രേക്ക് എടുത്തിരുന്ന ഒരാൾക്ക് തിരിച്ചു വരാനുള്ള ഡിസിഷൻ എങ്ങനെയാണ് സംഭവിച്ചത്? എൻ്റെ ചുമതലകളെല്ലാം കഴിഞ്ഞു. എനിക്ക് മകനെ വളർത്തി, അവൻ്റെ കല്യാണം കഴിഞ്ഞു. പിന്നെ അവനെ നോക്കാൻ ആളായല്ലോ. പിന്നെ ഞാൻ വീട്ടിലിങ്ങനെ ചുമ്മാതിരിക്കുമ്പോൾ മകനും പറഞ്ഞു, ഞാൻ പറഞ്ഞാടാ ഭയങ്കര ബോറടിക്കും, ഞാൻ എന്ത് ചെയ്യും, നിൻ്റെ കല്യാണം കഴിഞ്ഞു, നിന്നെ നോക്കാൻ ആളും കിട്ടി,
ഇനി ഞാനൊന്ന് എന്ത് ചെയ്യും, ഇവന് ബോറടിക്കുന്നു എന്ന് പറയും. അപ്പോൾ പറഞ്ഞു അമ്മ അങ്ങനെയാണെങ്കിൽ കുറേ പേര് വിളിച്ചുകൊണ്ടിരിക്കുക, വന്ന് വിളിച്ചു ഒരാളുടെ പടത്തിൽ അഭിനയിച്ചു. പണ്ടത്തെ പോലെ കഷ്ടമൊന്നും പെടണ്ട, നല്ല കാരവാൻ കിട്ടും, നല്ല അവിടെ പോയ വലിയ വീടുകളാണ് ഷൂട്ടിങ്, ഒരേ അറ്റ സ്ട്രെച്ച് ഒരു പടം അങ്ങനെ തീർക്കാം, ഇവിടുന്ന് അവിടെ ഓടി 2 to 9 10 to 2 എന്ന് പറഞ്ഞ് ഓടേണ്ട ആവശ്യമില്ല, നല്ല സന്തോഷമായിട്ട് അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു പടത്തിൽ ഏതെങ്കിലും ഒരു പടത്തിൽ അഭിനയിക്കുന്നു പറഞ്ഞാണ് ഞാൻ എന്നെ ഒരുപാട് കാലം വിളിച്ചുകൊണ്ടിരുന്നത് സത്യനും ശ്യാം പ്രസാദും. അപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞു ഈ പടം ശീല അല്ലാതെ ഞങ്ങൾ എടുക്കത്തില്ലെന്ന് പറഞ്ഞിരുന്നു. അകലെ മനസ്സിനക്കരെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് 2 പടം ഒരേ സമയം അത് ഈ പടം കഴിഞ്ഞുകൊണ്ട് ഞാൻ അകലേക്ക് പോയി. തിരിച്ചു വന്നപ്പോൾ ഒരുപാട് മാറ്റം തോന്നി ഫിലിം സെറ്റുകളിലും. അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല. ടെക്നിക്കലായിട്ട് ഒരുപാട് വളർന്നു. ഡബ് ചെയ്യുന്നതൊക്കെ വളരെ ഈസിയായി, എല്ലാം ഈസിയായി. നമ്മൾ കഷ്ടമെന്ന് വിചാരിച്ചതൊക്കെ ഈസി ആയിപ്പോയി. ടെക്നിക്കലായിട്ട് ഒരുപാട് വളർന്നു. പിന്നെ അഭിനയിക്കുന്ന കാര്യത്തിലും ആ സ്ക്രിപ്റ്റ്, ആ സ്ക്രീൻ പ്ലേ ഒക്കെ വേറെ അത് തന്നെയാണ് കുറച്ചും കൂടെ നമ്മുടെ സാധാരണ ജനങ്ങൾ സംസാരിക്കുന്ന ആ രീതിയായി. അതായത് അച്ചടി ഭാഷയില്ലാതെ പണ്ടും ഉണ്ടായിരുന്നു ഒരു സാധാരണമായിട്ട്, പക്ഷെ അത് തന്നെ ഫുള്ളായിട്ട് അതായി. അല്ലാതെ എനിക്ക് അങ്ങനെ എനിക്ക് അവിടെ നിന്ന് എഡിറ്റ് ചെയ്ത് അവിടെ നിന്ന് കട്ട് ചെയ്ത് ഇവിടെ വന്ന പോലെ തോന്നിയുള്ളൂ. എഡിറ്റിങ്ങിൽ ഒരു കാലഘട്ടം ഉണ്ടാവില്ലല്ലോ, അതുപോലെയായി. മാം അന്നൊരു സമയമുണ്ട് സ്ത്രീകൾക്ക് ഫിലിം ഇൻഡസ്ട്രി ഒട്ടും നല്ലൊരു ഓപ്ഷനായിട്ട് കാണാത്ത ഒരു സമയത്താണ് മാം ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. ഇന്നും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടെങ്കിലും വലിയ മാറ്റങ്ങൾ ആ ഒരു ഇഷ്യൂവിൽ മാറിയിട്ടില്ല. അല്ല എങ്ങനെ മാറിയാൽ പറയട്ടെ, ഇപ്പോൾ മമ്മൂട്ടിയും മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞാൽ അവർ എത്രയോ കൊല്ലങ്ങൾ കൊണ്ടാണ് എത്രയോ പടങ്ങൾ എത്രയോ കഥാപാത്രങ്ങൾ ചെയ്താണ് ഈ പേരെടുത്തത്. അത് അവർക്ക് ശേഷം വന്ന് എത്ര നടികൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അവർക്ക് ശേഷം എത്രയോ നടികൾ വന്നു, അവരെല്ലാം ബ്രേക്ക് എടുത്തു. കാരണം പെണ്ണെന്ന് പറഞ്ഞാൽ അവർക്കൊരു കല്യാണം നടക്കണം, ആ സമയത്ത് അവർ പ്രസവിക്കണം, അല്ലെങ്കിൽ അതിന് പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ പെണ്ണുകളായിട്ടുള്ളൊരു ഫിസിക്കലായിട്ട് തന്നെ പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളുണ്ട്, കുറേ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ആ കൊച്ചുകൾ നോക്കണം, അവർക്ക് പാൽ കൊടുക്കണം, അത് ആ കൊച്ചിന് ഒരു 3 പ്രസവിച്ചുകൊണ്ട് ഇട്ടിട്ട് ഓടി വരാനൊക്കെ അവർ 2-3 വയസ്സിൽ വളർത്തണം. പിന്നെ അത് കഴിഞ്ഞ് സ്കൂളിലേക്ക് അയക്കണം. ഈ ചുമതലയുള്ള ആണുങ്ങൾക്കില്ല. ഒരാണിന് പിന്നെ ആർട്ടിസ്റ്റും അതുപോലെയല്ലേ. അപ്പോൾ ദേ കുഡ് ആക്ട് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആക്ട് ചെയ്ത ഒരുപാട് പടങ്ങളിൽ അവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ച ഒരു കാര്യം കൊണ്ടാണ് അവർ വന്ന് ഇന്നും സൂപ്പർ സ്റ്റാറുകളായിട്ട് നിൽക്കുന്നത്. മനസ്സിലായി? അവരുടെ ഭാഗ്യം കൊണ്ട് മാത്രമല്ല, അവരുടെ കറക്റ്റ്നെസ്, അവർ വന്ന് മറ്റുള്ള പ്രൊഡ്യൂസറും ആർട്ടിസ്റ്റുമായിട്ട് നല്ലതായിട്ട് ഇടപഴകുന്നത്, ചുമ്മാ ലക്ക് കൊണ്ട് മാത്രം ഒരു പടം വേണമെങ്കിലും ഓടും. അത് ഇപ്പം തമിഴിലാടും കമലഹാസനാണെങ്കിൽ ശരി, രജനികാന്ത്, അവരൊക്കെ ഒരുപാട് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയൊരു പേര് ഒരു നടികൾക്ക് അങ്ങനെ ഉണ്ടാക്കാൻ ഒക്കാത്തതിൻ്റെ കാര്യം പറയണം. പെണ്ണാണ് നടി, അപ്പോൾ അവർക്ക് ഒരുപാട് ചുമതലകളുണ്ട്. ഇപ്പം ഞാൻ തന്നെ എന്തിനാണ് ഞാൻ പോയത്, കൊച്ചു ജനിച്ചൊരു 4-5 വയസ്സായപ്പോൾ എനിക്കവരെ നോക്കണം. അവൻ താഴെ വീണു, സ്കൂളിൽ അവനൊരു അടി വന്നു, ഉടനെ ഞാൻ ഷൂട്ടിംഗ് സ്പോട്ടിൽ നിന്ന് ഓടിപ്പോയി. അപ്പോൾ അതേ സമയത്ത് ഒരു ഭർത്താവാണെങ്കിൽ അങ്ങനെ ഭാര്യ ഉണ്ടല്ലോ നോക്കിക്കോളൂ എന്ന് പറയും, വിചാരിക്കും. അതാണ് വ്യത്യാസം. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാലും വന്ന പിന്നെ അവരുടെ കൂടെ അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്ക്. അല്ലെങ്കിൽ ഏത് നടന്മാരായാലും ശരി, ഹിന്ദിയിലായാലും എന്താ ശരി, അവരുടെ കൂടെ അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റിലെല്ലാം ഇന്ന് വന്ന് അമ്മയായിട്ടും അമ്മൂമ്മയായിട്ടും വേഷങ്ങളിടുന്നു. ചില അവരുടെ എല്ലാ ചുമതലകളിൽ തീർന്നു. പിന്നെ അവർ വന്ന് ഒരു നേരം പോക്കിനൊന്ന് അഭിനയിക്കുന്നു, അത്രയേ ഉള്ളൂ. ഞാൻ തെറ്റായിട്ട് തോന്നി. എങ്ങനെ തെറ്റാവും? ഞാൻ പറഞ്ഞത് എവിടെയാ തെറ്റ്? നിങ്ങൾ പറ. ഞാൻ പറഞ്ഞ കാര്യത്തിൽ എവിടെയാണ് തെറ്റുള്ളത്? ഏത് ഭാഗത്താണ് തെറ്റുണ്ടെന്ന് പറ. അങ്ങനെയല്ല, അഭിനയിക്കുന്നേക്കാൾ കുടുംബമാണ് വലുത്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുടുംബം 1000 ആണുങ്ങളുണ്ടെങ്കിലും ഒരു സ്ത്രീയിലെങ്കിൽ അതൊരു കുടുംബമാവില്ല. കുറേ ആളുകളുണ്ടെങ്കിൽ അത് വീട്, അത്രയേ ഉള്ളൂ. ഒരു കുടുംബം ആവണമെങ്കിൽ അതൊരു സ്ത്രീ ഉണ്ടാവണം. അപ്പം പിള്ളേർ പിന്നെ എന്തിനാണ് ഉണ്ടാക്കുന്നത്? ഉണ്ടാക്കണ്ടല്ലോ, പോയി അഭിനയിച്ചുകൊണ്ട് കിടന്നാൽ മതിയല്ലോ. എനിക്ക് തെറ്റ ഏതെങ്കിലും വരാം. അതൊക്കെ സമ്പാദിച്ചു കഴിഞ്ഞല്ലോ, അത് മതിയല്ലോ. എന്തിനാ അത്യാഗ്രഹം? ഉള്ളതിൽ വെച്ച് സന്തോഷപ്പെടാം, അത്രയേ ഉള്ളൂ. ആർക്കും അങ്ങനെ ആഗ്രഹിച്ചതെല്ലാം കിട്ടപ്പോൾ എനിക്കും ഒരു ഫ്ലൈറ്റ് മേടിക്കണമെന്ന്, ഞാൻ കാറുള്ള ആൾ, എനിക്ക് ഫ്ലൈറ്റ് മേടിക്കണമെന്ന് വിചാരിച്ചാൽ അതിനൊരു അവസാനമേ ഉണ്ടാവില്ല അതിന്.
തൃപ്തി വേണം, മനുഷ്യർക്ക് തൃപ്തി. അതില്ലെങ്കിൽ ഒരു ജന്മവും ശരിയാവില്ല. ഇത് ആണും പെണ്ണും ആർട്ടിസ്റ്റാണ്, രണ്ടാൾക്കും ഒരേപോലെ ആർട്ടിനോട് ഒരേപോലെ ഇഷ്ടമായിരിക്കാം. പക്ഷെ ഒരു പെണ്ണാണ് ഇതിനൊക്കെ വില കൊടുക്കേണ്ടി വരുന്നത് ഒരു പെണ്ണ് മാത്രമാണ്. അവളൊരു അമ്മയാണ്, അങ്ങനത്തെ നമുക്ക് സോക്കോൾഡ് റോളുകൾ ഉള്ളതുകൊണ്ട് ഒരുപാട് വില ഒരു പെണ്ണ് ആസ് ആൻ ആർട്ടിസ്റ്റ് കൊടുക്കേണ്ടി വരുന്നു. അത് നമ്മളെ ബഹുമാനിക്കണം, നമുക്ക് ബഹുമാനമാണ്. കാരണം നമ്മൾ ഒരുപാട് ആർട്ടിസ്റ്റ് അല്ല, നമ്മൾ ഹ്യൂമൻ ബീനാണ്, നമുക്ക് പിള്ളേരുണ്ട്, നമ്മളെ പിള്ളേരെ നോക്കണം, അതിനൊക്കെ അഭിമാനിക്കേണ്ടി വേണ്ടത്. വെറും ഒരു ആർട്ടിസ്റ്റ്, കുറേ ഫാൻസ് ഉണ്ട്, അതുകൊണ്ട് അത് ആർട്ടിസ്റ്റ് അത്രേ ഉള്ളൂ. നമ്മൾ പല റോളുകൾ ചെയ്യണം ജീവിതത്തിൽ. പെണ്ണുകളാകുമ്പോൾ ഒരുപാട് ക്യാരക്ടർ റോൾ ചെയ്യണം ജീവിതത്തിലും. അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് സുന്ദരിയായ സിനിമാ നടി എന്നറിയപ്പെടാനാണോ ആണോ അതോ നല്ല കഴിവുള്ള ഒരു സിനിമാ നടി എന്നറിയപ്പെടാനായിരുന്നോ ആഗ്രഹം? എന്നെയാ? രണ്ടും. അതെ, രണ്ടും വേണമെന്ന് വിചാരിച്ചു. സുന്ദരിയായിരുന്നാലല്ലേ ഒരു ഹീറോയിനായിട്ട് അഭിനയിക്കാനൊക്കെ ഉള്ളൂ. രണ്ടും വേണമെന്ന് അഭിനയിച്ചു. പിന്നെ ഇപ്പം അമ്മയായിട്ടും പട്ടിയായിട്ടൊക്കെ അഭിനയിക്കുമ്പോൾ എന്ത് വേണേലായിക്കോളും. അല്ല, സുന്ദരി അങ്ങനെ ഒരു കഥ 2 കഥ കിട്ടുമായിരിക്കും. സുന്ദരിയല്ലാത്ത ഭാര്യ വന്ന് കാണാൻ കൊള്ളത്തില്ല, എന്നാലും ഭർത്താവ് നല്ലവനാണ് എന്നൊക്കെ പറയുന്ന ഒരു കഥ വരും, 2 കഥ വരും. ത്രൂ ഔട്ട് ഒരു 10-15 പടം അങ്ങനെ ആ സ്ത്രീയെ വെച്ച് തന്നെ എടുക്കുമോ? ഒരേ നടിയെ വെച്ച് അങ്ങനെ എടുക്കുമോ? എടുക്കത്തില്ല.